മാവേലിക്കര മെത്രാസനത്തിൻ്റെ അധ്യക്ഷനും നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനുമായ അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ എപ്പിഫാനിയോസ് തിരുമനസാണ്. വന്യരായ കോറപ്പിസ്കോപ്പന്മാർ സാന്നിധ്യം ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് ഇടവകയ്ക്ക് നേതൃത്വം നൽകുന്ന വന്യ ഫാദർ ബിജി ജോണച്ചൻ, ഫാദർ ലിനു തോമസ് അച്ചൻ, ട്രസ്റ്റി ചാണ്ടി കോശി, സെക്രട്ടറി ഗീവർഗീസസ്, പെരുന്നാൾ കൺവീനർ ബിനോയ് തോമസ്, ഈ പെരുന്നാളിന് വിവിധ തരത്തിൽ നേതൃത്വം നൽകുന്ന കമ്മിറ്റി അംഗങ്ങൾ, ആധ്യാത്മിക സംഘടനയുടെ പ്രവർത്തകർ, എല്ലാവരെയും ദൈവതിരുനാമത്തിൽ ഞാൻ ഹൃദയപൂർവ്വം സമർപ്പിക്കുകയാണ്. ഈ രാത്രിയിൽ നമ്മൾ കൂടി വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും സ്നേഹത്തോടെ, ആദരവോടെ, ഭക്തിയോടെ, വിശുദ്ധിയോടെ അനുസ്മരിക്കുന്ന ചേപ്പാട് ഫിലിപ്പോസ് മാർ ദിവന്യാസ്യൂസ് തിരുമേനിയുടെ 170ാമത് ഓർമ്മയാണ്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതും ഒരു തിരുമേനിയുടെ പെരുന്നാളിൽ പങ്കുചേരുന്നതും പരിശുദ്ധനായ ഫിലിപ്പോസ് മാർ ദിവന്യാസ്യൂസ് തിരുമേനിസിൻ്റെ ഓർമ്മ പെരുന്നാളാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ വല്യമ്മച്ചി ഈ ഇടവക അംഗമാണ്. ഊടത്തിൽ വന്യ ഓ തോമസ് അച്ഛൻ്റെ മാവിയാണ്. ആ പ്രിയ മാതാവിൻ്റെ കൈക്ക് പിടിച്ചുള്ളിയിലെ പെരുന്നാളുകളിൽ പങ്കുചേർന്നത് നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ പങ്കെടുത്ത ചേപ്പാട് തിരുമേനി എന്ന് പറയുന്നത് മലങ്കര സഭയിലെ കർമ്മധീരനായ, വിശ്വാസധീരനായ മലങ്കര മെത്രാപ്പൊലീത്ത പരിശുദ്ധ ഫിലിപ്പോസ് മാർ ദിവന്യാസ്യൂസ് തിരുമേനിയാണെന്ന് മനസ്സിലാക്കിയത്. ഒരു ചെറിയ വേദഭാഗം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തീമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 3-ാമത്തെ വാക്യമാണ്: ക്രിസ്തുവിൻ്റെ നല്ല ഭടനായി നീയും കഷ്ടം അനുഭവിക്കുക. ക്രിസ്തുവിൻ്റെ നല്ല ഭടനായി നീയും കഷ്ടം അനുഭവിക്കുക. ഈ പരിശുദ്ധ പിതാവിനെ കുറിച്ച് ഓർപ്പിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, മലങ്കര മക്കൾക്ക് വേണ്ടി ത്യാഗമനുഭവിച്ച്, കഷ്ടമനുഭവിച്ച്, ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ഈ ചേപ്പാട് പ്രദേശത്ത് ഇവിടെ താമസിച്ച്, ഇവിടെ പ്രാർത്ഥിച്ച്, ഇവിടെ ആരാധന അർപ്പിച്ച്, ഇവിടെ വിലയം പ്രാപിച്ച പുണ്യ പുരുഷനാണ്. അതുകൊണ്ടാണ് 170ാമത് ഓർമ്മ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നത്. 5 വർഷം കഴിയുമ്പോൾ 175ാമത് ഓർമ്മയാണ്. നമുക്കതിന് പേരിടാം ശതോത്തര പ്ലാറ്റിനം ജൂബിലി. പ്രത്യേകിച്ച് ചേപ്പാട് തിരുമേനിയുടെ ചരമ ശതോത്തര പ്ലാറ്റിനം ജൂബിലി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് 2030-ലായിരിക്കും. 5 വർഷം കൂടി കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും ദൈവം ആയുസ്സും ആരോഗ്യവും ബലവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ചേപ്പാട് തിരുമേനിയുടെ മെത്രാൻ സ്ഥാനാഭിഷേക ദ്വിശതാബ്ദി ആഘോഷം നമ്മൾ ആഘോഷിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച അത് സമാപിക്കുകയുണ്ടായി. അദ്ദേഹം മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിട്ട് 200 വർഷമായി എന്നുള്ളതാണ് ദ്വിശതാബ്ദി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. തിരുമേനിയെക്കുറിച്ചുള്ള ദീർഘമായ വിവരണങ്ങൾ നമുക്കറിയാം. പള്ളിപ്പാട്ട് ആഞ്ഞിലമൂട്ടിൽ കുടുംബാംഗമാണ്. വല്യപ്പച്ചൻ തുമ്പമണ്ണിൽ നിന്നുമാണ് പള്ളിപ്പാട്ട് വന്നത്. തുമ്പമൺ പള്ളിവാതിക്കൽ കുടുംബാംഗമാണ്. പള്ളിപ്പാട്ട് വന്ന് താമസമായി. അവിടെ ആരാധനയ്ക്കായി എത്തിക്കൊണ്ടിരുന്നത് ചേപ്പാട്ടാണ്. സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ
ആദ്യകാലത്തെ പിതാക്കന്മാരൊക്കെ അറിയപ്പെട്ടിരുന്നത് ഒന്നുകിൽ കുടുംബ പേരിലായിരിക്കും, അല്ലെങ്കിൽ ഇടവകയുടെ പേരിലായിരിക്കും. നമ്മൾ ഓർക്കുന്ന ഈ പുണ്യപിതാവ് ചേപ്പാട്ട് തിരുമേനി എന്നാണ് അറിയപ്പെട്ടത്. ചേപ്പാട്ട് ഫിലിപ്പോസ് കത്തനാർ എന്നാണ് അതിനു മുമ്പ് അറിയപ്പെട്ടത്. കാരണം ആ കാലഘട്ടത്തിൽ പള്ളിപ്പാട്ടോ മുട്ടത്തോ അവിടെയെങ്ങും പള്ളികൾ ഉണ്ടായിരുന്നില്ല. എല്ലാത്തിൻ്റെയും തലപ്പള്ളി എന്ന നിലയിൽ ചേപ്പാട് പള്ളിയിൽ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും പള്ളിപ്പാട്ട് നിന്നും അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായി 30 വർഷം മലങ്കര മെത്രാപ്പൊലീത്തായിട്ട് സേവനമനുഷ്ഠിക്കുകയുണ്ടായി. 1825 മുതൽ 1855 വരെ മലങ്കര മെത്രാപ്പൊലീത്തായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയുണ്ടായി. 1855 ലോകത്തോട് യാത്രയായി. നമ്മൾ ഒരു പുണ്യപരീക്ഷനെ പഠിക്കുമ്പോൾ ആദ്യകാല രേഖകളൊക്കെ പരിശോധിക്കുക പതിവാണ്. ചേപ്പാട് തിരുമേനി 1855 ഈ ലോകത്ത് നിന്നും യാത്രയായെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഗ്രന്ഥം ഉണ്ടാകുന്നത് അദ്ദേഹം കാലം ചെയ്ത് 100 വർഷം കഴിയുമ്പോഴാണ്. അതായത് 1956. 1955 ചേപ്പാട് തിരുമേനിയുടെ ചരമശതാബ്ദി വളരെ വിപുലമായി ആഘോഷിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ കുറിച്ച് ഒരു ഗ്രന്ഥം എഴുതുവാൻ ജഡ്ജിയായ ശ്രീ P.A. ഉമ്മൻ അവറുകളെ ചുമതലപ്പെടുത്തുകയും ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് 1856 അദ്ദേഹത്തെ കുറിച്ച് ഗ്രന്ഥം ഉണ്ടാകുകയും ചെയ്തത് 1956 100 വർഷം കഴിഞ്ഞിട്ടാണ്. പല പുണ്യപിതാക്കന്മാരെ കുറിച്ചും അങ്ങനെയാണ്. വട്ടശ്ശേരി തിരുമേനി 1934 കാലം ചെയ്തു. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയെ കുറിച്ച് ഒരു ഗ്രന്ഥം ഉണ്ടാകുന്നത് പിന്നെയും 30 വർഷങ്ങൾ കഴിഞ്ഞ് 1965 കാലഘട്ടങ്ങളിലാണ്. അത് ഇസഡംപാറായിട്ടാണ് ദീർഘമായ ഗ്രന്ഥങ്ങൾ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചത്. ഞാൻ ഓർപ്പിച്ചുകൊണ്ട് വന്നത് അദ്ദേഹത്തിന്റെ ജീവിത കാലയളവിൽ അദ്ദേഹത്തെ കണ്ട, അദ്ദേഹത്തെ മനസ്സിലാക്കിയ, അദ്ദേഹത്തെ ഉൾക്കൊണ്ട പ്രാമാണിക രേഖകൾ അധികം നമുക്ക് ലഭിച്ചിട്ടില്ല എന്നത് നമ്മൾ ഓർത്തിരിക്കണം. വളരെ പ്രൗഢമായ മറ്റൊരു ഗ്രന്ഥമാണ് 1960 പ്രസിദ്ധീകരിച്ചിട്ടുള്ള ചേപ്പാട് തിരുമേനിയെ കുറിച്ചുള്ളത്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് മലങ്കര മെത്രാപ്പൊലീത്ത മാർ ദീവന്യാസ്യോസ് 4 ആ പേരിൽ പുസ്തകം എഴുതിയത് വളരെ പ്രശസ്തനായ ഡോക്ടർ V.C. സാമുവേലച്ചനാണ്. മലങ്കര സഭയിലെ ഏറ്റവും പ്രാഗൽഭ്യമുള്ള പണ്ഡിതനും വേദശാസ്ത്രജ്ഞനുമാണ് അഭിവന്യനായ ഡോക്ടർ V.C. സാമുവേലച്ചൻ. അദ്ദേഹം എഴുതിയ ഗ്രന്ഥം പിന്നീട് ചേപ്പാട് മാർ ദീവന്യാസ്യോസ് എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുവാനായിട്ടിടയായി. കഴിഞ്ഞ വർഷമാണ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഗ്രന്ഥം പുനഃപ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി ചേപ്പാട് മാർ ദീവന്യാസ്യോസ് തിരുമേനിയുടെ 1825 മുതൽ 1855 വരെയുള്ള ജീവിതത്തിന്റെ സമഗ്രമായ സംഭാവനകൾ അടയാളപ്പെടുത്തുന്ന മനോഹരമായ പുസ്തകമാണ് മലങ്കര സഭ MOC പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഞാനിത് സൂചിപ്പിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ പുണ്യപിതാവിന്റെ പെരുന്നാളിൽ പങ്കുചേരുമ്പോൾ ഈ പിതാവിനെ അടുത്തറിയുവാൻ, ഈ പിതാവിന്റെ ജീവിതത്തെ മനസ്സിലാക്കുവാൻ, ഈ പിതാവ് മലങ്കര സഭയ്ക്ക് ചെയ്ത സേവനങ്ങൾ എന്താണെന്ന് കൃത്യമായി അടയാളപ്പെടുത്തുവാൻ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് വഴി നമുക്ക് മനസ്സിലാകും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 3 കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ ഈ അനുസ്മരണം സമാപിപ്പിക്കുകയാണ്. ചരിത്രത്തിൽ ജീവിച്ച പരിശുദ്ധനായ ചേപ്പാട്ട് തിരുമേനി, അദ്ദേഹം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഞാൻ പറയും, ഒന്നാമതായി
ദൈവികമായി തെരഞ്ഞെടുക്കപ്പെട്ട പിതാവാണ് ചേപ്പാട് മാർ ദീപന്നാസ്യൂസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ചേപ്പാട് തിരുമേനി വൈദികനായിരുന്ന കാലഘട്ടം, അൽമായനായിരുന്ന കാലഘട്ടം വേണ്ട രേഖകളൊന്നും നമുക്ക് ലഭിക്കുന്നതല്ല. ഈ പുണ്യപിതാവിനെ കുറിച്ച് നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ആദ്യത്തെ രേഖകൾ എന്ന് പറയുന്നത് അദ്ദേഹം മെത്രാപ്പൊലീത്ത ആയി ഉയർത്തപ്പെടുന്നത് മുതലാണ്. അതിനു മുൻപ് നമുക്ക് ഈ ചരിത്രത്തിൽ വായിക്കുവാൻ കഴിയുന്നത് ആഞ്ഞിലമൂട്ടിൽ ഫിലിപ്പോസ് കത്തനാർ, അല്ലെങ്കിൽ ചേപ്പോട് ഫിലിപ്പോസ് കത്തനാർ, ഇങ്ങനെയുള്ള തെക്കൻ പ്രദേശത്തെ വളരെ ശക്തനായ ഒരു വൈദികനെ കുറിച്ച് മാത്രമായിരുന്നു. ദീർഘമായ വിവരണങ്ങൾ നമുക്ക് ചരിത്രത്തിൽ ലഭിച്ചിട്ടില്ല. അദ്ദേഹം മലങ്കര മെത്രാപ്പൊലീത്ത ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നു. അന്നും ഇതേപോലെ ഒന്നിലധികം ആളുകൾ ആ സ്ഥാനത്തേക്ക് വന്നു. 4 പേരുടെ പേരുകളാണ് അന്നുണ്ടായത്. അന്നിതുപോലെ വോട്ടർ പട്ടികയില്ലായിരുന്നു, അസോസിയേഷൻ ഇല്ലായിരുന്നു, ബാലറ്റ് ഇല്ലായിരുന്നു. നമ്മൾ ഓർത്തിരിക്കണം, ആ കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം 1825 കാലഘട്ടമാണ്. വർഷങ്ങൾക്ക് മുമ്പാണ് നവോത്ഥാനത്തിലെ അലയൊലികൾ ഈ കേരള ഭൂമിയിൽ ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമാണ്. 18ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭവും 18ാം നൂറ്റാണ്ടിന്റെ മധ്യ ഉത്തരാധന കാലഘട്ടവും എന്ന് പറയുന്നത്. ആ സമയത്ത് പള്ളിക്കര എന്ന് പറയുന്ന ദേവാലയത്തിൽ, അതിന് പറയുന്ന പേര് പള്ളിക്കര യോഗം, തെരഞ്ഞെടുപ്പുണ്ടായി. 4 പേരുടെ പേരുകൾ വന്നു. വ്യത്യസ്തങ്ങളായ പാനലുകൾ. അന്ന് നേതൃത്വം നൽകിയവർ ഈ 4 പേരുടെയും പേര് ചീട്ടിട്ടു. ചീട്ട് ചേപ്പാട് ഫിലിപ്പോസ് കത്തനാർക്ക് വീണു. ചില തർക്കങ്ങളൊക്കെ ഉണ്ടായി. വീണ്ടും ചീട്ടിട്ടു. രണ്ടാമതും ചേപ്പാട് ഫിലിപ്പോസ് കത്തനാർ മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയാണ്. ചരിത്രത്തിൽ 2 പ്രാവശ്യം ചീട്ടിട്ടെന്നും 3 പ്രാവശ്യം ചീട്ടിട്ടെന്നും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ പറയും, ദൈവികമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. വലിയ പ്രമുഖരായ ആളുകൾ പലർക്കു വേണ്ടിയും അന്ന് വോട്ട് പിടിച്ചു. ഇന്നാര് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് വരണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ ദൈവനിയോഗം എന്ന് പറയുന്നത് 1825 ഫിലിപ്പോസ് കത്തനാർ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് വരണം എന്നുള്ളതായിരുന്നു. അധികം താമസിക്കാതെ 1825 ചിങ്ങം 15 ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിൽ കോട്ടയം ചെറിയ പള്ളിയിൽ വെച്ച് ചേപ്പാട് ആഞ്ഞിലമൂട്ടിൽ ഫിലിപ്പോസ് കത്തനാരെ മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് ഉയർത്തുകയുണ്ടായി. നമ്മൾ മറന്നു പോകരുത്, അത് 15 നോയമ്പിന്റെ സമാപന ദിവസമായിരുന്നു. വാങ്ങിപ്പ് പെരുന്നാളിൽ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് അദ്ദേഹം അവരോധിതനായി. ഓർത്തിരിക്കണം, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സംഭവമാണ്. അന്ന് അദ്ദേഹം മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. ആളുകൾ വ്യത്യസ്ത തട്ടുകളിലുണ്ടായി. മെത്രാപ്പൊലീത്തയെ അനുകൂലിക്കുന്നവരുണ്ടായി. അന്ന് ആംഗ്ലിക്കൻ മിഷന്റെ സ്വാധീനം ഇവിടെ ഉണ്ടായിരുന്നു. മിഷണറിമാരെ സ്വാധീനിക്കുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടായിരുന്നു. ഇങ്ങനെ വിവിധങ്ങളായ പ്രതിസന്ധികൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായി. എങ്കിലും ദൈവഭക്തനായ, സ്ഥിരോത്സാഹിയായ, സഭാവിശ്വാസം ഉറപ്പിച്ചു നിന്ന ഫിലിപ്പോസ് കത്തനാർ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. ചേപ്പാട് ഫിലിപ്പോസ് മാർ ദീപന്നാസ്യൂസ്. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ദീപന്നാസ്യൂസ് 4 എന്നാണ്. ആ കാലഘട്ടത്തിൽ ഒരു മെത്രാപ്പൊലീത്തയേ ഉള്ളൂ. അദ്ദേഹം വെറും മെത്രാപ്പൊലീത്ത അല്ല, മലങ്കര മെത്രാപ്പൊലീത്തയായി. അതുകൊണ്ടാണ് ദീപന്നാസ്യൂസ് 4 എന്ന് അദ്ദേഹം അറിയപ്പെട്ടത്. അതിലെ ചരിത്രം നമ്മൾ പഠിക്കണം. ചേപ്പാട്ട് പ്രദേശത്ത് നിന്ന്, പടിഞ്ഞാറൻ ഭാഗത്ത് നിന്ന് നമുക്കൊരു പുണ്യവാൻ എഴുന്നേറ്റു, നമുക്കൊരു പിതാവ് എഴുന്നേറ്റു, നമുക്കൊരു നേതാവ് എഴുന്നേറ്റു. അതായിരുന്നു ചേപ്പാട് ഫിലിപ്പോസ് മാർ ദീപന്നാസ്യൂസ്.
അഥവാ ദിവനാസ്യോസ് നാലാമൻ എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ആ പുണ്യപിതാവിൻ്റെ 170ാമത് ഓർമ്മയാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഈ പിതാവിനെ നമ്മൾ ഓർക്കുമ്പോൾ രണ്ടാമതായി നമ്മൾ പഠിക്കേണ്ടത് അധിനിവേശത്തിനെതിരെ പോരാടി സത്യവിശ്വാസം മലങ്കര സഭയിൽ ഉറപ്പിച്ച പിതാവായിരുന്നു. കഠിനമായൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചതേ ഉള്ളൂ. അധിനിവേശത്തിനെതിരായി, ആ വാക്ക് ശ്രദ്ധിക്കണം. അധിനിവേശം, വൈദേശിക ശക്തികൾ ഇന്ത്യയിലേക്ക്, മലങ്കരയിലേക്ക് കടന്നു വന്ന് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ആചാരത്തെയും വിഴുങ്ങുവാൻ തുടങ്ങുന്ന സംവിധാനത്തെയാണ് അധിനിവേശം എന്ന് പറയുന്നത്. അതൊരു രാഷ്ട്രീയ പദമാണ്, അതൊരു സാംസ്കാരിക പദമാണ്. വളരെ പൊളിറ്റിക്കൽ പവർ ഈ പദത്തിനുണ്ട്. അധിനിവേശ സംസ്കാരത്തിനെതിരെ പോരാടി സത്യവിശ്വാസം മലങ്കരയിൽ ഉറപ്പിച്ചു എന്നുള്ളത് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? 16ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരിവിടെ എത്തി, 18ാം നൂറ്റാണ്ടിൽ മിഷണറിമാരിവിടെ എത്തി. അധിനിവേശത്തിന്റെ പ്രാരംഭം 16ാം നൂറ്റാണ്ടിൽ തന്നെ തുടങ്ങി. അതിലെ ശക്തമായ ഇടപെടലുകൾ 18ാം നൂറ്റാണ്ടിൽ വളരെ വിപുലമായി. അതിന് മുഖ്യ നേതൃത്വം നൽകിയത് കേരളത്തിലെത്തിയ ആംഗ്ലിക്കൻ മിഷണറിമാരാണ്. ബാസൽ മിഷനുണ്ട്, CMS മിഷനുണ്ട്, LMS മിഷനുണ്ട്. ഈ മിഷണറിമാരൊക്കെ കേരളത്തിൽ ചെയ്ത ഒരുപാട് സദ്ഗുണങ്ങളുണ്ട്. നമുക്കത് വിസ്മരിക്കുവാൻ കഴിയില്ല. മിഷണറിമാർ കേരളത്തിലെത്തിയത് കൊണ്ടാണ് കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനം ഉണ്ടായത്, അച്ചടി ഉണ്ടായത്, ഗ്രാമർ ഉണ്ടായത്, പ്രിന്റിംഗ് ഉണ്ടായത്. നവോത്ഥാനത്തിലെ എല്ലാ തലങ്ങളെയും സാംശീകരിക്കുവാനും അടയാളപ്പെടുത്തുവാനും വിപുലപ്പെടുത്തുവാനും ഈ മിഷണറിമാർക്ക് കഴിഞ്ഞു എന്നത് നമുക്ക് വിസ്മരിക്കുവാൻ കഴിയുകയില്ല. ഇവിടെ ഉണ്ടായിട്ടുണ്ടായ എല്ലാ നവോത്ഥാന ശ്രമങ്ങൾക്കും ആദ്യമായ ഇടപെടലുകൾ, ശക്തമായ ഇടപെടലുകൾ നടത്തിയത് ഈ മിഷണറിമാരാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇതൊക്കെയും നിലനിർത്തിയതും പരിപോഷിപ്പിച്ചതും പ്രചരിപ്പിച്ചതും ഈ ആംഗ്ലിക്കൻ മിഷണറിമാരുടെ സ്വാധീനമാണ്. എന്നാൽ നമുക്കതിനോട് പ്രതിരോധിക്കേണ്ടതായിട്ട് വന്നു. ചേപ്പാട് തിരുമേനി അതിനെതിരെ നിന്നു. കാരണം എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ വിശ്വാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട വലിയ സൂക്ഷ്മമായ അനുഭവങ്ങളാണ് നമ്മുടെ ആരാധന, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ അനുഷ്ഠാനങ്ങൾ, നമ്മുടെ ജീവിത രീതി. എന്തെല്ലാം നവോത്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞാലും ഇന്നും നമ്മുടെ ആരാധനയെക്കുറിച്ചും നമ്മുടെ അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളതിനെ പ്രതിരോധിക്കും. അതേ സംഭവമാണ് 18ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഈ നവോത്ഥാനവും പോരാട്ടവും പ്രതിരോധവും. ചേപ്പാട് ഫിലിപ്പോസ് ദീവനാസ്യോസ് തിരുമേനി ഈ പോരാട്ടങ്ങളെ എതിർക്കുകയുണ്ടായി. കാരണം എന്താന്ന് ചോദിച്ചാൽ, അന്നത്തെ മിഷണറിമാര് പറഞ്ഞു, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, കന്യാമറിയാമിന് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥത അണയ്ക്കേണ്ട, വിശുദ്ധ കുർബാന ഇന്നത്തെ രീതിയിൽ ഈ രീതിയിൽ വേണ്ട, തൈലാഭിഷേക ശുശ്രൂഷ അത് പരിപോഷിപ്പിക്കേണ്ട കാര്യമില്ല, ആരാധനയിലെ അനുഷ്ഠാനങ്ങൾ, റാസ, പെരുന്നാളുകൾ, കൊടിയേറ്റ്, ചെണ്ടമേളം, നമ്മുടെ പെരുന്നാളിൽ എന്തെല്ലാം ഭാരതീയമായ ഇടപെടലുകളാണ് ഇന്നും നിലനിൽക്കുന്നത്. ഓരോ പള്ളിയിലും പ്രാദേശികമായ നൂറുകണക്കിന് ആയിരക്കണക്കിന് അനുഷ്ഠാന കലകൾ, പ്രാദേശികമായ സംസ്കാരത്തിന്റെ ഇടപെടലുകൾ ഉണ്ട്. അതൊന്നും ഒരു ശക്തിക്കും ഒരു കൽപ്പന വഴിയും അത് നിരോധിക്കുവാനോ നിയന്ത്രിക്കുവാനോ കഴിയുകയില്ല എന്ന് മലങ്കര സഭയുടെ ചരിത്രം ഇന്നും വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓർത്തിരിക്കണം, ആംഗ്ലിക്കൻ മിഷണറിമാര് നമ്മുടെ സംസ്കാരത്തെ പ്രതിരോധിക്കാൻ വന്നപ്പോൾ, നമ്മുടെ ആരാധനയെ നിയന്ത്രിക്കുവാൻ വന്നപ്പോൾ, നമ്മുടെ അനുഷ്ഠാനങ്ങളെ ചോദ്യം ചെയ്യുവാൻ വന്നപ്പോൾ, ചേപ്പാട് ഫിലിപ്പോസ് മാർ ദീവനാസ്യോസ് തിരുമേനി
പ്രതിരോധിക്കുക മാത്രമല്ല, സത്യവിശ്വാസം പഠിപ്പിച്ചു. സത്യവിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു. കൽക്കട്ടയിൽ നിന്ന് എത്തിയ ആംഗ്ലിക്കൻ ബിഷപ്പ് നമുക്കറിയാം, ഡാനിയൽ വിൽസൺ 1825 വലിയ കുറെ നിർദ്ദേശങ്ങൾ വെച്ചു. ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മലങ്കര സഭ മുന്നോട്ട് പോകണം. ഓർത്തിരിക്കണം, 1825 ഏതാണ്ട് ആംഗ്ലിക്കൻ ബിഷപ്പ് മലങ്കര സഭയ്ക്ക് വെച്ച നിർദ്ദേശങ്ങളുടെ 200-ാം വാർഷികം കൂടിയാണ്. 1825 അദ്ദേഹം നിർദ്ദേശങ്ങളുമായിട്ട് വന്നത്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ പഠിക്കണം. ചേപ്പാട് തിരുമേനി വലിയൊരു സമ്മേളനം വിളിച്ചുകൂട്ടി 1836. ആ സമ്മേളനത്തിന്റെ പേരാണ് മാവേലിക്കര സുനഹോദോസ്. ഈ സുനഹോദോസിൽ ഈ ബിഷപ്പ്, ആംഗ്ലിക്കൻ ബിഷപ്പ് ഡാനിയൽ വിൽസൺ അവതരിപ്പിച്ച എല്ലാ നിർദ്ദേശങ്ങളെയും കാറ്റിൽ പറത്തി മലങ്കര സഭയുടെ വിശ്വാസം, മലങ്കര സഭയുടെ പൈതൃകം, മലങ്കര സഭയുടെ തനിമ കത്ത് സൂക്ഷിക്കണമെന്നുള്ള ഉറച്ച നിലപാടിൽ ആ സുനഹോസിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും പങ്കേറുന്നു. അതാണ് പിന്നീട് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന മാവേലിക്കര പടിയോല. ഓലയിൽ എഴുതിയിരിക്കുന്ന പ്രമാണത്തെയാണ്, പ്രാമാണിക രേഖകളെയാണ് പടിയോല എന്ന് അവതരിപ്പിക്കുന്നത്. മലങ്കര സഭയുടെ ചരിത്രത്തിൽ നിരവധി പടിയോലകൾ ഉണ്ടായിട്ടുണ്ട്. അതിലെ ഏറ്റവും മഹത്തായ ഒന്നാണ് ഈ 1836 ജനുവരി 16 ശനിയാഴ്ച മാവേലിക്കര പുതിയകാവ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന മാവേലിക്കര പടിയോല എന്ന് പറയുന്നത് ചരിത്രകാരന്മാര് വളരെ ഭംഗിയായി അടയാളപ്പെടുത്തുന്നുണ്ട്. 1653 ജനുവരി 3 വളരെ സുപ്രസിദ്ധമായ ഒരു സമ്മേളനം മലങ്കരയിൽ നടക്കുകയുണ്ടായി. അതിന്റെ പേരാണ് കൂനൻ കുരിശും സത്യം എന്ന് പറയുന്നത്. നമ്മുടെ പൂർവികർ ഒരു കുരിശിൽ വലിയ ആലാത്ത് കെട്ടി അതിൽ പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്തു, ഞങ്ങളുടെ തലമുറയുള്ളോടത്തോളം കാലം റോമ നുകത്തിന് നമ്മൾ അടിമപ്പെടുകയില്ല എന്ന്. പോർച്ചുഗീസ് അധിനിവേശത്തെ പ്രതിരോധിച്ചതാണ് കൂനൻ കുരിശൻ സത്യമെങ്കിൽ 1836 ജനുവരി 16 മാവേലിക്കരയിൽ നടന്നത് മലങ്കര സഭയുടെ, പ്രത്യേകിച്ച് മലങ്കര മക്കളുടെ ഈ വലിയ പ്രതിരോധമായിരുന്നു. മിഷണറിമാർക്കെതിരെ, അധിനിവേശത്തിനെതിരെ, ആംഗ്ലിക്കൻ സംസ്കാരത്തിനെതിരെയുള്ള പ്രതിരോധം എന്ന് ഓർത്തിരിക്കണം. ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇത്ര വലിയൊരു സമ്മേളനം, ഒരുപാട് ആളുകൾ എതിരായിരുന്നു. ഒരുപാട് ആളുകൾ ചേപ്പാട് തിരുമേനിക്ക് എതിരായിട്ട് നിലനിന്നെങ്കിലും ധീരമായി, വളരെ കർമ്മ തീഷ്ണതയോടെ സത്യവിശ്വാസം മുറുകെ പിടിക്കുവാനായി മലങ്കര മക്കളെ കൂട്ടിച്ചേർത്ത് ഈ സമ്മേളനം നടത്തി ആംഗ്ലിക്കൻ സംസ്കാരത്തെ പ്രതിരോധിച്ചു എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ടാണ് ഈ പിതാവിന്റെ പെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്തെല്ലാം നമ്മൾ കേൾക്കുന്നത്, ചേപ്പാട് തിരുമേനി നമുക്കില്ലായിരുന്നെങ്കിൽ മലങ്കര സഭ എന്നേ ആംഗ്ലിക്കൻ സംസ്കാരത്തിൽ പോകുമായിരുന്നു. അതുകൊണ്ട് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് പരിശുദ്ധ സുനഹോസിനോട്, ചേപ്പാട് തിരുമേനിയുടെ പെരുന്നാൾ ചേപ്പാട്ടും മാവേലിക്കര മെത്രാസനത്തിലും മാത്രം ഒതുങ്ങേണ്ടതല്ല. ചേപ്പാട് ഫിലിപ്പോസ് മാർ ദീവന്യാസോസ് പിതാവിന്റെ ഓർമ്മ മലങ്കര ഒട്ടുക്കും ഏറ്റെടുത്ത് നടത്തേണ്ട മഹത്തായ ഒരു പെരുന്നാളായി തീരണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. അഭിവന്ദനായ ഡോക്ടർ എബ്രഹാം മാർ എപ്പിഫാനിയോസ് തിരുമേനി നമ്മുടെ മാവേലിക്കര മെത്രാസനത്തിലെ എല്ലാ പള്ളികൾക്കും കൽപ്പന അയച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാ പള്ളികളും ചേപ്പാട് തിരുമേനിയുടെ പെരുന്നാൾ ആഘോഷിക്കണമെന്ന്. അതുകൊണ്ട് ഈ പെരുന്നാൾ വളരെ കൃത്യമായി ഈ സഭ മുഴുവനും ആഗോളതലത്തിൽ, വിദേശത്തും സ്വദേശത്തും ഭക്തിപൂർവം അതൊരു കൊച്ചു പ്രാർത്ഥന നടത്തി സമാപിപ്പിക്കേണ്ടതല്ല, ഒരു ധൂവപ്രാർത്ഥനയിൽ സമാപിപ്പിക്കേണ്ടതല്ല ചേപ്പാട്ട് തിരുമേനിയുടെ പെരുന്നാൾ. 170ാമത് ഓർമ്മ നമ്മൾ നിർവഹിക്കുമ്പോൾ
175 വർഷമെങ്കിലും ഈ തിരുമേനിയുടെ പെരുന്നാൾ മലങ്കര സഭയുടെ വലിയ പെരുന്നാളായി നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം മലങ്കര സഭയുടെ വിശ്വാസം, പൗരാണികത, തനിമ, കുലീനത ഇത് നിലനിർത്തുവാൻ ആ പുണ്യപിതാവ് തന്റെ ജീവൻ പോലും പണയപ്പെടുത്തി അധ്വാനിച്ചു എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത്. മഴ മാറി നിൽക്കുന്നത് കൊണ്ട് ഒരു ആശയം കൂടി പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. ചേപ്പാട് ഫിലിപ്പോസ് മാർ ദീവനാസ്യൂസ് തിരുമേനി നമുക്ക് നൽകുന്ന സന്ദേശം ഞാൻ പറയും, പരിത്യാഗിയായ പിതാവായിരുന്നു. വലിയ നേതൃത്വശേഷി ഉണ്ടായിരുന്നു, വലിയ ആർജവമുണ്ടായിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായി 30 വർഷം മലങ്കര മെത്രാപ്പൊലീത്ത ആയി ഭരണം നടത്തിയെങ്കിലും ഒരു പ്രത്യേക ഘട്ടത്തിൽ എല്ലാ അധികാരങ്ങളും ഉപേക്ഷിക്കുകയാണ്. മാവേലിക്കര സുനൂസിന് ശേഷം, മാവേലിക്കര പടിയോലയ്ക്ക് ശേഷം വലിയ പ്രത്യാഘാതങ്ങളുണ്ടായി. സഭയിൽ വിഭജനങ്ങളുണ്ടായി, കേസുകളുണ്ടായി. നമുക്കറിയാം ആ കേസുകളെ കുറിച്ച്. കൊച്ചി പഞ്ചായത്ത് വിധി നമുക്കറിയാം. ഇതുവഴി നമ്മുടെ സ്വത്തുകൾ വിഭജിക്കുന്നതിനെ കുറിച്ചുള്ള വിധിയുണ്ടായി. ചേപ്പാടുമാർ ദീവനാസ്യൂസ് തിരുമേനി വലിയ പ്രതിരോധങ്ങൾക്കോ അധികാരങ്ങൾക്ക് വേണ്ടി തൂങ്ങിക്കിടക്കുവാനോ അദ്ദേഹം ശ്രമിക്കാതെ എല്ലാ അധികാരങ്ങളും എല്ലാ അവകാശങ്ങളും മാറ്റിവെച്ച് സ്ഥാനത്യാഗം ചെയ്ത് സ്വദേശമായ ചേപ്പാട്ട് എത്തി എന്നുള്ളത് ഓർത്തിരിക്കണം. അദ്ദേഹം ഇവിടെ എത്തി, ചേപ്പാട്ടെത്തി, ഇവിടെ താമസിച്ചു, ഇവിടെ പ്രാർത്ഥിച്ചു, ഇവിടെ അജപാലന ശുശ്രൂഷ നിർവഹിച്ചു. അനേകം ആളുകൾ അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ എത്തിച്ചേർന്നു. അതുകൊണ്ടാണ് ഈ പ്രദേശത്തെ എല്ലാ അനുഗ്രഹത്തിന്റെയും നാന്ദി എന്ന് പറയുന്നത് ചേപ്പാട് ഫിലിപ്പോസ് മാർ ദീവനാസ്യൂസ് തിരുമേനിയാണ്. അതുകൊണ്ട് പരിശുദ്ധ തിരുമേനി എന്ന് തന്നെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മലങ്കര മെത്രാപ്പൊലീത്തന്മാരെല്ലാം തന്നെ പരിശുദ്ധ പദപ്രയോഗത്തിലാണ് നമ്മൾ ഓർക്കുന്നതും സ്മരിക്കുന്നതും. പരിശുദ്ധ ചേപ്പാട് ഫിലിപ്പോസ് മാർ ദീവനാസ്യൂസ് തിരുമേനി ഇവിടെ താമസിച്ചു. ഞാൻ പറയും, ഇവിടെ അദ്ദേഹത്തിന്റെ ജീവിതം പ്രശാന്തമായ ജീവിതമായിരുന്നു. ഏകദേശം 75 വയസ്സ് അദ്ദേഹത്തിന് കാണും. ഈ ലോകത്തോട് യാത്രയാകുമ്പോൾ 1855 ഒക്ടോബർ 9 അദ്ദേഹം അന്തരിച്ചു. പഴയ രേഖകളിലൊക്കെ അദ്ദേഹം അന്തരിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പഴയ ഒരു രേഖ ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇടവഴിക്കൽ ഡയറിക്കുറിപ്പ് എന്ന് പറയും. ചരിത്രം വായിക്കുകയും ചരിത്രം പഠിക്കുകയും ചെയ്യുന്നവർക്ക് ഡയറിക്കുറിപ്പുകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആ കാലഘട്ടത്തിലെ വളരെ പ്രാമാണികത നിറഞ്ഞ ഒരു രേഖയാണ് ചേപ്പാട് തിരുമേനിയെ കുറിച്ചുള്ള ഇടവഴിക്കൽ ഡയറിക്കുറിപ്പ്. അതിലെ ഒരു വരി മാത്രം ഞാൻ വായിക്കുകയാണ്. 1855 കന്നി 27 ചൊവ്വാഴ്ച ദീവനാസ്യൂസ് മെത്രാപ്പൊലീത്ത മരിച്ചു. ചേപ്പാട്ട് പള്ളിയിൽ അടക്കി. നോക്കണം, 170 വർഷങ്ങൾക്ക് മുമ്പുള്ള മലയാള ഭാഷയും അവതരണവുമാണ്. ചേപ്പാട് ഫിലിപ്പോസ് മാർ ദീവനാസ്യൂസ് മെത്രാപ്പൊലീത്ത മരിച്ചു, ചേപ്പാട് പള്ളിയിൽ അടക്കി. കൃത്യമായി അത് അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ ഈ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം ഈ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈ കബറിടത്തിൽ മധ്യസ്ഥത അർപ്പിച്ചിട്ടുണ്ട്. ചേപ്പാട്ട് മാത്രമല്ല, ചേപ്പാട്ട് പെരുന്നാൾ പോലെ വിപുലമായി നടത്തുന്ന പെരുന്നാളാണ് പള്ളിപ്പാട്ട് സെന്റ് ജോർജ് സിംഹാസന പള്ളിയിലെയും പെരുന്നാളുകൾ. ഇപ്പൊ ഓർത്തിരിക്കണം, പള്ളിപ്പാട്ട് ജനിച്ചു, ചേപ്പാട്ട് കബറടങ്ങി. പള്ളിപ്പാട്ടും ചേപ്പാട്ടും പെരുന്നാൾ നടത്തുമ്പോൾ അത് മാവേലിക്കര ഭദ്രാസനം മുഴുവനും വ്യാപകമായി. ഇനിയും അത് സഭ മുഴുവനും വ്യാപകമാവണം. കാരണം എന്താൽ അദ്ദേഹം സത്യവിശ്വാസം നമ്മളെ പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വിശ്വാസ സ്ഥിരത അത് വളരെയായിരുന്നു. അദ്ദേഹത്തിന്റെ ത്യാഗസന്നദ്ധ നമുക്ക് മറക്കുവാനായിട്ട് കഴിയുകയില്ല. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം, മലങ്കര സഭയുടെ ദേശീയത,
മലങ്കര സഭയുടെ സഭാസങ്കല്പം ഇതൊക്കെ വളർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞത് ചേപ്പാട്ട് തിരുമേനിയുടെ ആദ്യത്തെ ആ വിശാലമായ അർത്ഥമാണ്. ഞാൻ ഈ വാക്കുകളെ ഉപസംഹരിക്കുമ്പോൾ VC ശൗമേലച്ചൻ ഈ ഗ്രന്ഥത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു ചെറിയ വാചകം കൂടി ഞാൻ വായിക്കുകയാണ്. മലങ്കര സഭയിൽ ദേശീയ ബോധവും തദ്ദേശീയ സംസ്കൃതിയും സ്വാതന്ത്ര്യ വ്യവസ്ഥയും വിശ്വാസ സംരക്ഷണവും പരിപാലിക്കുവാൻ ചേപ്പാട് ഫിലിപ്പോസ് മാർ ദീപന്നാസൂസ് തിരുമേനിക്ക് കഴിഞ്ഞു എന്ന് ഡോക്ടർ VC സാമുവേലച്ചനാണ് അടയാളപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഓർത്തിരിക്കണം, അതിൻ്റെ തുടർച്ചയാണ് 1912 കാതോലിക്കേറ്റിന്റെ സ്ഥാപനം. അതിന്റെ തുടർച്ചയാണ് 2017 സുപ്രീം കോടതിയുടെ വിധി. ഓർത്തിരിക്കണം, അതിന്റെ പ്രാരംഭം എന്ന് പറയുന്നത് ഞാൻ പറയും ചേപ്പാട് തിരുമേനി, പരിശുദ്ധ ചേപ്പാട് ഫിലിപ്പോസ് മാർ ദീപന്നാസൂസ് തിരുമേനി തുടങ്ങി വെച്ച സഭാ സ്വാതന്ത്ര്യത്തിന്റെയും ദേശീയതയുടെയും സത്യവിശ്വാസത്തിന്റെയും ആ വലിയ കരുത്തായിരുന്നു എന്ന് നമ്മൾ ഓർത്തിരിക്കണം. കഴിഞ്ഞ ഞായറാഴ്ച പരിശുദ്ധ ബസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവ തിരുമനസ് ഇവിടെ എത്തിയാണ് ചേപ്പാട് തിരുമേനിയുടെ മെത്രാപ്പൊലീത്ത സ്ഥാനാഭിഷേകത്തിന്റെ ദ്വിശതാബ്ദിയുടെ സമാപനം നടത്തിയത്. ഞാനത് ഓൺലൈനിൽ മുഴുവനും കേൾക്കുകയുണ്ടായി. പരിശുദ്ധ ബാവ തിരുമനസ്സുകൊണ്ട് പറഞ്ഞ ഒരു വാക്കുകൂടി പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ചേപ്പാട് തിരുമേനിയെ കുറിച്ച് ഓർക്കുമ്പോൾ ചേപ്പാട് തിരുമേനി ഒരു സഹത ആയിരുന്നു. ചേപ്പാട് തിരുമേനി ഒരു സഹത ആയിരുന്നു. നമുക്കറിയാം, സഹോദോ എന്ന വാക്കിന്റെ അർത്ഥം രക്തസാക്ഷി. ഒരു വിശ്വാസത്തിന് വേണ്ടി ത്യാഗമനുഷ്ഠിക്കുന്നത്, ഒരു വിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്നത്, ഒരു വിശ്വാസത്തിന് വേണ്ടി അവസാന ശ്വാസം വരെയും പിടിച്ചു നിൽക്കുന്ന ആളാണ് സഹദ എന്ന് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ പരിശുദ്ധ ചേപ്പാട് ഫിലിപ്പോസ് മാർ ദീപന്നാസൂസ് തിരുമേനി ഒരു സഹദ തന്നെയായിരുന്നു. ഈ പുണ്യപിതാവിന്റെ ഓർമ്മ നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഈ പുണ്യപിതാവിന്റെ മധ്യസ്ഥതയിൽ ഞാൻ എൻ്റെ ശിരസ്സുകളെ നമിക്കുകയാണ്. ഈ പുണ്യപിതാവ് നമുക്ക് തകർന്ന പ്രകാശം, ഈ പുണ്യപിതാവ് പകർന്നു വെളിച്ചം, ഈ പുണ്യപിതാവ് പകർന്നു തന്ന മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന്റെ ദീപ്തി കടാതെ സൂക്ഷിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. 170ാമത് ഓർമ്മ പെരുന്നാളിൽ നിന്നും 175ാമത് പെരുന്നാളിലേക്ക് 2030 യാത്ര ചെയ്യുമ്പോൾ ഈ പെരുന്നാൾ ഈ പിതാവിന്റെ സ്വപ്നം പൂവണിയിക്കുവാൻ സഭയുടെ സ്വാതന്ത്ര്യത്തിന് വലിയ ദിശാബോധം പകർന്ന, വലിയ സഹത ആയിത്തീർന്ന ചേപ്പാട് തിരുമേനിയുടെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. ചേപ്പാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ ഈ പെരുന്നാൾ ഏറ്റവും അനുഗ്രഹകരമായി തീരട്ടെ. കാലാവസ്ഥ തന്നെ മാറി, പ്രശാന്തതയുണ്ടായി, മഴയെല്ലാം മാറി. ഈ പുണ്യപിതാവിന്റെ മധ്യസ്ഥത ഇന്നും